ചോദിക്കാം. ഗോകുലേ, നിനക്കൊരു റിലേഷൻഷിപ്പിൽ നിനക്ക് മെയിൻ ആയിട്ട് വേണമെന്ന് നീ ആഗ്രഹിക്കുന്ന സൗന്ദര്യം ഒഴിച്ചുള്ള ബാക്കി 3 കാര്യങ്ങൾ. ജെൻഡർ. നല്ലൊരു ഉത്തരം. ജെൻഡർ എന്നൊക്കെ നീ ഇവിടെ ചെയ്യണം. ജെൻഡർ ഒരു പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ്. പോട്ടെ, ജെൻഡർ വിട്. ബാക്കി സൗന്ദര്യം ഒഴിച്ച് ഉള്ള ബാക്കി. സൗന്ദര്യം ഒഴിച്ചു 2 ക്വാളിറ്റീസ്. ജെൻഡറായി, അപ്പൊ പെണ്ണായല്ലോ. ഇനി ബാക്കി എന്ത് വേണം? നീ ചുമ്മാ നോർമലായിട്ട് നിന്റെ ഐഡിയൽ പെൺകുട്ടിയെ പറ്റി പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് കേരളത്തിലുള്ള ഒരു കോമൺ ആമ്പിള്ളേരുടെ ഒരു ടച്ച് കിട്ടുമല്ലോ. നിന്നോട് ചോദിക്കാം, കുറച്ച് മുമ്പ് മനുവിനോട് ചോദിക്കാം. അത് ഞാൻ എന്റെയും പറയാം. അപ്പൊ തന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സംഭവം കിട്ടും. നീ അത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് വേറെ സംഭവം ചോദിക്കാറുണ്ട്. ജനറലി നിനക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, നമ്മുടെ ജനറേഷനിലുള്ള നമ്മൾ ആമ്പിള്ളേർക്കും പെൺപിള്ളേർക്കും പണ്ടത്തെ ആൾക്കാരുടെ അത്രയും അഡ്ജസ്റ്റ് ചെയ്യാനും ഒരുമിച്ച് പോകാനുള്ള ആ ഒരു മെന്റാലിറ്റിയും ആ ഒരു കഴിവും കുറഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്? അത് കുറഞ്ഞു വന്നതിന്റെ കാരണമാണെന്ന് പറയട്ടെ. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫ്രീഡം ഉണ്ട്, കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആണ്, സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കൂടുതൽ പെൺപിള്ളേരും നല്ല റെബൽ സെറ്റപ്പിലാണ് ഞാൻ കണ്ടേക്കണേ. സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാല് നല്ല കാര്യം. പൊളിറ്റിക്കലി ഐ എം നോട്ട് സ്പീക്കിംഗ് പൊളിറ്റിക്കലി, ബട്ട് പൊളിറ്റിക്കലി ഞാൻ പറയും എല്ലാവരുടെയും കയ്യിലേക്ക് പൈസ വന്നു തുടങ്ങി കഴിഞ്ഞാൽ അവര് കുറച്ചുകൂടെ ഒന്ന് സ്വഭാവം ചിലവരുടെ രീതിയിൽ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അത് ആണായാലും പെണ്ണായാലും ബോത്ത്. നമ്മൾ ഒരാളുടെ കാര്യമല്ല പറഞ്ഞു. ഇപ്പൊ പെൺപിള്ളേരുടെ കേസ് എടുത്ത് ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നീ പറഞ്ഞ സംഭവം അതായത് അത് തന്നെയല്ലേ ഒരു കാര്യമല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാരണം നമ്മുടെ അപ്പനമ്മമാരുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക്, നമ്മുടെ അമ്മമാർക്ക് വീട്ടില് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ. നമ്മുടെ വീട്ടുകാരുടെ കാര്യമല്ല പറഞ്ഞേ. ബാക്കി ഒരു പൊതുവെ നോർമലി നോക്കുവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അവരുടെ ഹസ്ബൻഡുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു വോയിസും ഇല്ല. നിന്റെ ഭാവി പെൺകുട്ടിയിൽ നീ കാണുന്ന സൗന്ദര്യം ഒഴിച്ചുള്ള ബാക്കി കുറച്ച് മാൻഡേറ്ററി ആയിട്ട് നിനക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു 2 ക്വാളിറ്റീസ്. 2 ക്വാളിറ്റീസ്. ഒന്ന് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കുന്ന ഒരാളായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോഴേക്കും നമ്മളെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒട്ടും അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം നമ്മളെ വിളിക്കുന്ന, എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കരുത്. അത് സെക്കൻഡ് പോയിന്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. ആദ്യത്തെ പോയിന്റ് ആദ്യം പറയാം, ഇല്ലെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കണം. അപ്പൊ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ ഒരു ഭയങ്കരമായിട്ടുള്ള ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പം അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല, നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുന്നതിനൊക്കെ പകരം ഓക്കെ നമുക്ക് നോക്കാം, നമുക്ക് സർവൈവ് ചെയ്യാമെന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നമുക്കും ആ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്നോടെ കൂടുകയുള്ളൂ. തീർച്ചയായിട്ടും. ബാക്കി ഇപ്പൊ കൂടെ ഇരിക്കുന്ന ആളൊന്ന് വീക്ക് ആകുമ്പോഴേക്കും നമുക്കുള്ള ഒരു ധൈര്യം കൂടെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ആളുടെ സങ്കടം നമ്മുടെ സങ്കടമാവും. അതെ, അതിന്റെ ഭാരം നമ്മൾ ചുമക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എപ്പോഴും പ്രശ്നങ്ങളെ പറ്റി മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. അവർക്ക് രാവിലെ എണീക്കുമ്പോ തൊട്ട് കിടന്നുറങ്ങുന്നിടം വരെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അവർക്ക് പ്രശ്നക്കാരായിരിക്കും. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ബോയ് ഫ്രണ്ടോ പാർട്ട്ണറോ ആയിരിക്കും ഇതെല്ലാം കൂടെ കൊണ്ട് കൊട്ടാനുള്ള സ്ഥലം. അപ്പൊ ഈ പാർട്ട്ണറിന് ഒരു ഡെയിലി റൊട്ടീനില് പാർട്ട്ണറിന് എന്റെ ജോലിയോ അല്ലെങ്കിൽ പഠിത്ത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇരിക്കുമ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ 24 മണിക്കൂർ വിളിച്ച് ചായക്ക് മധുരം ഇടാത്തതിന് വീട്ടിൽ അലമ്പുണ്ടായി, രാവിലെ തൂത്ത് വരാത്തതുകൊണ്ട് വീട്ടിൽ ചീത്ത പറഞ്ഞു, അമ്മ എന്നെ കൊണ്ട് പണി എടുപ്പിക്കുന്നു, അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ചോറെടുത്ത് കഴിക്കും മോളെ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ചോറുണ്ടില്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പം തീർച്ചയായിട്ടും നമുക്കുള്ള സമാധാനം പോവും, നമുക്ക് ഇവരെ സ്നേഹിക്കാനും തോന്നത്തില്ല. ഗ്രാജുവലി എന്താവും, ആ റിലേഷൻ അങ്ങ് ഡീഗ്രേഡഡ് ആവും, മടുപ്പാവും. പിന്നെ അവര് പറയും നിങ്ങൾക്ക് നമ്മളോട് പഴയ പോലെ സ്നേഹമില്ല, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല.
അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് പോകും. പക്ഷെ ഇവരറിയുന്നില്ല, ഇവര് തന്നെ ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങളെ പറ്റി മാത്രം സംസാരിച്ച് നമ്മളെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത്. ശരിക്കും ആരെയാ തല്ലണ്ടേ? നമ്മളാണ് തല്ലേണ്ടത്, നമ്മളാണ് ശീലിപ്പിക്കുന്നത്. നമ്മളിരുന്ന് കേട്ട് 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 അല്ലെ, നമ്മള് തന്നെ ഇരുന്ന് കേട്ട് 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 നമ്മളത് സാരമില്ല 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 എന്ന് എപ്പോഴും പറഞ്ഞ് 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 നമ്മൾ തന്നെ ശീലിപ്പിക്കുന്നതാണിത്. അടിക്കേണ്ടത് നമ്മളെയാണ്. അതിലൊരു പോയിന്റ് ഞാൻ പറയാം. നമ്മുടെ പാർട്ണർ ആണായാലും പെണ്ണായാലും ഒക്കെ ഒരു പ്രശ്നം കൊണ്ട് വരുമ്പോ ഒരിക്കലും ലോജിക്കൽ റീസൺ വെച്ച് വൺ വേർഡ് ഉത്തരം കൊടുക്കാൻ നിൽക്കരുത്. ഞാനിവിടെ ഒരു ഡിസ്ക്ലൈമർ കൊടുക്കട്ടെ കേട്ടോ. ഇത് ബോത്ത് ആണുങ്ങൾ പെണ്ണുങ്ങൾ രണ്ടും ആട്ടോ പറഞ്ഞത്. വൺ വേർഡ് ഉത്തരം ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത്. അതും ലോജിക്ക് വെച്ച്, ലോജിക്ക് എടുത്ത് ഉത്തരത്തിൽ വെക്കുക. എന്നിട്ട് ഇപ്പുറത്ത് വരിക, സാരമില്ല പോട്ടെ ശരിയാക്കാം, ഇതൊന്നും നിന്റെ പ്രശ്നമല്ല, അവരെ അടിക്കട്ടെ, ഭാവിക്ക് സങ്കടമായോ, ഇങ്ങനെ 3-4 ഫ്രേസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. ഓരോ റിപ്ലൈക്കും അവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, സെൻഡ് ചെയ്യുക. സമാധാനത്തിന് ഇത് കൂടുതലൊന്നും ചെയ്യാനില്ല. ഇനി അതല്ല, ഒരു പ്രശ്നം കൊണ്ട് വരുവാണ്, അപ്പൊ നിങ്ങൾ നമ്മളാരെങ്കിലും ഒക്കെ പോയിട്ട് റിപ്ലൈ ചെയ്യുവാണ്, ഇതിപ്പോ നിന്റെ പ്രശ്നം കൊണ്ടല്ലേ പറ്റിയേ, ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി, നിങ്ങളുടെ സമാധാനം. പിന്നെ ആ വിഷയം സോൾവ് ചെയ്യാൻ അതിന്റെ പുറകെ നടക്കണം. രാത്രി ഉറക്കമില്ല, പിറ്റേ ദിവസം രാവിലെ വർക്കിന് പോകാൻ പറ്റത്തില്ല. എന്തിനാവശ്യമില്ലാത്ത പ്രശ്നം? നമ്മുടെ ഒരു ദിവസം പോകും. അതെ, ഒരു ദിവസവും അല്ല, എല്ലാ ദിവസവും ഒരു ദിവസം ഇത് പറഞ്ഞ എത്ര ദിവസം അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കണേ. അവരുടെ സമാധാനമാണ് നമ്മുടെ സമാധാനം. അപ്പൊ നമുക്ക് സമാധാനം ഇല്ലാണ്ടാവാൻ വേറെ കാരണങ്ങളൊന്നുമില്ല ഈ ലോകത്തില്, അല്ലേ? ഒരു റിലേഷൻഷിപ്പിൽ കയറി കഴിഞ്ഞാല് അവര് സമാധാനമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ദിവസം എന്തോരം ബെറ്ററാ. അപ്പൊ നമ്മൾ എത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങള്, അല്ലെ? നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ വിഷമോ ബുദ്ധിമുട്ടോ, പൈസ ആവട്ടെ, വീട്ടിലെ വിഷയങ്ങളാവട്ടെ, നാട്ടിലെ വിഷയങ്ങളാവട്ടെ, ഇവരെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ. അതായത് ഇപ്പൊ നിന്റെ ഒരു ദിവസത്തിൽ നിന്റെ പാർട്ട്ണർ കംപ്ലീറ്റ്ലി വേറെ പ്രശ്നങ്ങളോ വീട്ടിലെ പരാതികളോ വള്ളികളോ സീനുകളോ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ നിനക്ക് എത്രത്തോളം സമാധാനം ഉണ്ടാവും ഒരു ദിവസം? എനിക്ക് അതൊന്നും അല്ല, എനിക്ക് സമാധാനം ഉണ്ട്. അതാ പറഞ്ഞേ, നമുക്ക് സമാധാനം ഉണ്ട് എപ്പോഴും. കാരണം നമുക്ക് പരാതിയില്ല, നമ്മുടെ കാര്യങ്ങൾ നോക്കും, നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആണ്. നമുക്ക് എനിക്ക് അതായത് അയ്യോ എനിക്ക് വയ്യ, അയ്യോ എനിക്ക് മേല, എനിക്ക് ഇവിടെ പരുവന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പണിയും നടക്കത്തില്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതാ പറഞ്ഞേ, അവരുടെ സമാധാനമാണ് നമ്മുടെ സമാധാനം. അതാണ് അവസ്ഥ. ഇപ്പൊ ഏത് ചോദ്യത്തിന് ഇവിടെ വന്ന് നിൽക്കുന്നത്? ശരിയാണല്ലോ. നിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി പറ. ഞാൻ 3 ക്വാളിറ്റി എങ്ങാണ്ട് പറഞ്ഞു. എണ്ണൊന്നും വെക്കണ്ട. പിന്നെ എന്റെ പാർട്ണർ എപ്പോഴും ഒരു ട്രെൻഡിനൊപ്പം പോണ ആളാണെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. അതായത് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സസ് ഇടുക, അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുക. ഇപ്പൊ എന്താ, നമ്മളിപ്പോ പൂക്കി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ കളിയാക്കും. സ്റ്റഡ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എടാ അതൊരു ട്രെൻഡ് അല്ലല്ലോ. ട്രെൻഡാ, മൂക്കിലടിക്കുന്ന സാധനം ട്രെൻഡാ, ഇവിടെ 5 എണ്ണം വരുന്ന ട്രെൻഡാ, ഇവിടെ വരുന്ന ട്രെൻഡാ. നാക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന ട്രെൻഡാന്ന് പറയാൻ പറ്റും. നാക്ക് സ്പ്ലിറ്റ് അല്ല, സ്റ്റഡ് അടിക്കുന്ന. സ്റ്റഡ് അല്ല, എന്റെ പേര് പറയല്ലോ, മറ്റേ റിംഗ് പോലത്തെ സാധനം. അതൊന്നും കുഴപ്പമില്ലേ? കൊലശ്ശേരിയൊക്കെ എടുത്ത് കാതുത്ര എനിക്കത് പ്രശ്നമില്ലെങ്കിൽ ഞാനത് മൈൻഡ് ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല. കെട്ടാൻ പോകുന്ന കൊച്ചിന് മറ്റേ പുരികത്തെ 2 സ്റ്റഡ്, മൂക്കിലൊരു സ്റ്റഡ്, നാക്കിലൊരു സ്റ്റഡ്, ഇവിടെ ഒരു സ്റ്റഡ്, നിനക്ക് വിഷയമില്ല. കൂട്ടിയിടിക്കും. ട്രെൻഡിൽ പറ്റുന്ന സംഭവമാണ് ടാറ്റു. കഴുത്തിലൊരു ഇത്രയും ടാറ്റു അങ്ങ് അടിച്ചോണ്ട് വന്നു. ഇമാതിരി മെറ്റൽസ് കിട്ടുമെന്ന് കഴിഞ്ഞാണ്ടല്ലോ രാത്രി പൂജ നടത്തുമെന്നായിരിക്കും മുറിയിലൊക്കെ. ഞാനത് എപ്പോഴും ആൾക്കാരോട് പറഞ്ഞൊരു സംഭവമാണ്, ഒരു റിലേഷനില് ഹാപ്പി ആയിട്ട് ഇരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്കൊരു ചോയ്സാ തീർച്ചയായിട്ടും. പക്ഷെ സമാധാനമില്ലെങ്കിൽ ഒരിടത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സമാധാനം ഉള്ളിടത്താണ് സന്തോഷം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞത്, സന്തോഷം വേണോ വേണ്ടോ എന്നുള്ളത് ചോയ്സാ, നമുക്ക് വേണം ബിൽഡ് ചെയ്യാം. പക്ഷെ ഈ പറയുന്ന സമാധാനം ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരിക്കലും നമ്മളെ കൊണ്ട് സന്തോഷം ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് റിലേഷൻ ആണെങ്കിലും, ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻ ആണെങ്കിലോ, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലോ, ഒരു ഫാമിലി റിലേഷൻ ആണെങ്കിൽ പോലും നമുക്ക് പീസ്ഫുൾ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ സർവൈവ് ചെയ്ത് നമ്മുടെ പീസിനെ, നമ്മുടെ ഇന്നർ പീസിനെയും കൂടെ നമ്മൾ ഇഞ്ചർ ചെയ്യരുത്. പിന്നെ പൊതുവെ കണ്ടുവരുന്നൊരു സംഭവമാണ്, ഇവര് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവര് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ആ സെയിം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത പ്രശ്നങ്ങളില്ല. എല്ലാരും അനുഭവിക്കുന്ന കാര്യമാണ്. എല്ലാരും ഇത് പറയുമ്പോൾ വിഷയം എന്താണെന്നറിയോ, ആൺപിള്ളേർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, പെൺപിള്ളേർ എഴുതിട്ട്
അത് ശരിയാണ്. നമ്മള് ഇത്ര നേരം പറഞ്ഞത് കൂടുതലും പെൺകുട്ടികളുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടും എന്നാൽ ഒരു 25% ഓഫ് ചെറുക്കന്മാർ കാണിക്കുന്ന പരിപാടിയാണ് പറഞ്ഞത്. ചെറുക്കന്മാരുടെ സൈഡിൽ നിന്ന് ഞാൻ മെയിൻ ആയിട്ട് കണ്ടൊരു സംഭവം പറഞ്ഞുതരാം. ഇപ്പം ഒരു പയ്യന് ഒരു മോശം ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒരു റിലേഷനിൽ പോകുന്ന സമയത്ത് ഈ മോശം ക്യാരക്ടർ കൊണ്ട് മുമ്പോട്ട് പോയി ഒരു സംഭവം പിടിക്കപ്പെടുന്നത് ഒരു സംഭവം പിടിക്കപ്പെടുന്നത് വരെ അത് ചെയ്യുന്ന ഒരാൾക്ക് അത് തെറ്റല്ല. മനസ്സിലായോ? തീർച്ചയായും. എപ്പോഴാണോ രണ്ടാമതൊരാള് കാണുന്നത് അപ്പോഴാണ് അത് തെറ്റായിട്ട് മാറുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മോശം ക്യാരക്ടറുള്ള ഒരു പയ്യൻ ഈ ക്യാരക്ടറായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമില് റിലേഷനുള്ള ആ പയ്യന്റെ പാർട്ണർ പെൺകുട്ടി അത് കണ്ടുപിടിച്ച് കഴിയുമ്പം അപ്പോഴുണ്ടായ പ്രശ്നത്തിനെ അവരേതെങ്കിലും രീതിയിൽ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇവന്റെ ഈ മോശം ക്യാരക്ടർ എന്താണോ അതിനെ ഗ്രാജുവലി ഈ പെണ്ണിന്റെ ക്യാരക്ടറാക്കി ഈ പെണ്ണിന്റെ തല വെച്ച് ഇതിനെ സെറ്റിൽ ചെയ്യുന്നൊരു പരിപാടി പല ചെക്കന്മാരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നീ ഒരു പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യുന്നത് ഈ പെൺകുട്ടി പിടിച്ചു, നിന്റെ പാർട്ണർ ഗേൾഫ്രണ്ട് പിടിച്ചു. അപ്പം നീ ഭയങ്കര ചാറ്റായിരുന്നു. ആക്ച്വലി ശരിക്കും നടന്നെന്താന്ന് വെച്ചാൽ നീ ഓൾറെഡി വേറൊരു കുട്ടിയായിട്ട് ഫ്ലേർട്ട് ചെയ്യായിരുന്നു എന്നിരിക്കട്ടെ. ഭയങ്കരമായിട്ട് നീ ഫ്ലേർട്ട് ചെയ്ത് അങ്ങനെ പോവാ. അപ്പം നിന്റെ പാർട്ണറിന് ഒരു ഫ്രണ്ടുമായിട്ട് വലിയ ചാറ്റിംഗ് ഒന്നും ഇല്ല, പക്ഷെ നീ എപ്പോഴെങ്കിലും ഒക്കെ ഈ ചാറ്റ് കണ്ടിട്ടുണ്ടാവും. നീ എന്ത് ചെയ്യും? നീ ഈ സെയിം സാധനം റെസിപ്രോക്കേറ്റ് ചെയ്ത് ആ കൊച്ചിന്റെ തലയിൽ വെച്ച് അതിനെ ട്രോമറ്റൈസ്ഡ് ആകും. എന്നിട്ട് ലാസ്റ്റ് ഈ കൊച്ചു തന്നെ അറിയാതെ ചിന്തിച്ചു ദൈവമേ ഞാൻ ഇനി അങ്ങനെയൊക്കെ കാണിച്ചോ. നിന്റെ ആ പ്രശ്നത്തിനവിടെ എക്സിസ്റ്റിങ്ങേ ഇല്ലാതായി. എന്തായി? കാരണമല്ലാതായി. നേരെ ഈ പെണ്ണിന്റെ തലയിലേക്ക് ഇത് ഇട്ടു. നീ ആ പ്രശ്നത്തിൽ നിന്ന് ഊരി ആ പെണ്ണിനെ അവിടെ ട്രോമയായി. ഇതേ പരിപാടി പെൺപിള്ളേർക്കും ഉണ്ട്. ഈ ഒരു പരിപാടി ആൺപിള്ളേരിലാണ് കൂടുതലും കാണുന്നത്. തീർച്ചയായിട്ടും പെൺപിള്ളേരെ സൂക്ഷിച്ചോ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ പ്രശ്നം സോൾവ് ആയി. ആ പ്രശ്നം നിങ്ങളുടെ തലയിൽ വരും. ഞങ്ങള് പുണ്യന്മാരൊന്നും അല്ല. ആരും വേറെ മാസ്ക് ഓഫ് ലൈസ്. അതാണ് ഇന്നത്തെ റിലേഷൻഷിപ്പുകൾ. എന്നാ പിന്നെ ഞാൻ അതിലൊരു കാര്യം കൂടെ പറയാം. ആൾക്കാരെല്ലാം മോശമാണ്, ആരും നല്ലതെന്ന് പറയാനല്ലോ. നിനക്കൊരു മോശം ക്യാരക്ടർ ഉണ്ട്, എനിക്കൊരു മോശം ക്യാരക്ടർ ഉണ്ടാവും, ഇവനുണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും ഒരു മോശം ക്യാരക്ടർ. പക്ഷെ നമ്മുടെ ഒക്കെ ലൈഫിൽ നമ്മൾ ഈ മോശം ക്യാരക്ടർ എടുക്കാത്ത കുറച്ചൊരു ചുരുക്കം ആൾക്കാരുണ്ടാവും. നമ്മൾ നല്ലത് മാത്രം ചെയ്ത കുറെ ആൾക്കാരുണ്ടാവും. അപ്പം നേരെ തിരിച്ചു നമ്മളോട് നല്ലത് മാത്രം ചെയ്ത ആൾക്കാരുണ്ടാവും. അവര് വേറെയുള്ള ആൾക്കാരുടെ അടുത്ത് ഭയങ്കര മോശമായിരിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. ഭയങ്കര മോശപ്പെട്ട ഒരാള്, ബാക്കി ആർക്കും അയാളോട് വലിയ താല്പര്യമില്ല, പക്ഷെ അയാൾക്ക് നിന്റെ അടുത്ത് ഭയങ്കര സ്നേഹം, നിന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു, നിന്റെ ഓരോ കാര്യത്തിൽ ഇടപെടുന്നു. നിനക്ക് അയാളുടെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് നിനക്ക് ഇങ്ങോട്ട് കിട്ടുന്നു. അപ്പം നിനക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് നീ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി 90 പേർക്ക് അയാൾ മോശമായിരിക്കും. സത്യം. നീ ഒരാൾക്ക് അയാൾ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നീ ഒരാൾക്ക് അയാൾ നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നീ അതിനെ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി 90 പേർക്ക് എന്ത് കിട്ടി എന്നുള്ളത് വെച്ച് ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, നമ്മളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. തീർച്ചയായിട്ടും. പിന്നെ ആരാണെങ്കിലും നമ്മൾ ചതിക്കപ്പെടാൻ നമ്മളൊരു അവസരം കൊടുക്കാതെ ഒരാൾക്ക് നമ്മളെ ചതിക്കാൻ പറ്റില്ല. സത്യം, 100%. നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രമാണ് ബാക്കിയുള്ളവർ നമ്മളെ പണിതിട്ട് പോകത്തുള്ളൂ. അല്ലാതെ അവളെന്നെ ചതിച്ചു അവനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളായിട്ട് ശീലിപ്പിക്കല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. റിലേഷൻഷിപ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. തുടക്കം തൊട്ടേ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ പുറത്തും കാണിച്ചേക്കുക. അതാണ് വേണ്ടത്. പറ്റത്തില്ല എങ്കിൽ കുറച്ചൊക്കെ അല്ല, ഞാൻ പറയത്തില്ല മൊത്തം കാണിക്കണം, ഞാൻ പറയത്തില്ല. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്നാക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ പല സ്വഭാവങ്ങളും ഇച്ചിരിയൊക്കെ സപ്രസ് ചെയ്ത് പിടിച്ചൊക്കെ വേണം നിൽക്കാൻ. പക്ഷെ അത് രണ്ടുപേർക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, രണ്ടുപേർക്ക് അതൊന്ന് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോയാലാണ് കാര്യമുള്ളൂ. കാരണം എൻറ്റയർലി ഓപ്പോസിറ്റ് 2 ക്യാരക്ടേഴ്സ് ഉള്ളവരായിരിക്കും റിലേഷൻഷിപ്പിൽ വന്ന് പെടുന്നത് അല്ലെങ്കിൽ കണക്ട് ആവുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം കാര്യങ്ങൾ പോവാൻ. എന്നാലും ഒരുപാട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകരുത്. മാൻഡേറ്ററി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. മാൻഡേറ്ററി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മുന്നോട്ട് പോകേണ്ട പല കാര്യങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞില്ല എങ്കിൽ, ഡീൽ ചെയ്തില്ല എങ്കിൽ എപ്പോഴും മറ്റേ ഈ താങ്ങി പിടിച്ച് കൊണ്ടുനടക്കുന്ന, താങ്ങുമ്പോൾ തളർച്ച ഉണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവും. ആ ഒരു സെറ്റപ്പിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അവസാനം എവിടെയും വന്ന് ഈ പ്രഷർ കുക്കർ വലുതായി ഒന്നെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ അവളോ പൊട്ടിക്കും. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വള്ളിയാണ്. കാരണം അന്നേരം ഒരു ചോദ്യം വരും, നിനക്ക് ഇത്ര നാൾ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലെ,
അതായത് 2-3 കൊല്ലമായിട്ട് നിനക്ക് ഈ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, എന്താ അത്ര പെട്ടെന്ന് ഇതിന് മാത്രം ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിക്കുക, എന്താണ് വിഷയം, നിനക്ക് വേറെന്തോ സംഭവമുണ്ട്, നിനക്കിപ്പോ വേറെ ആരോട് താല്പര്യമൊക്കെ തോന്നി തുടങ്ങി, അങ്ങനെ നിനക്ക് വേറെ ആരൊക്കെ ഉണ്ടെന്നുള്ള സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ വരും, ഉദ്ദേശിക്കുന്ന പോലെ പോകത്തില്ല. അപ്പൊ അത് സൂക്ഷിക്കുക. അപ്പൊ ലെങ്ത് കുറച്ച് അന്യായിട്ട് കൂടി. ഇതിന്റെ മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്കായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം.